ഹലോ, ഇന്ന് നമുക്കൊരു ചിംചൂരി ചിക്കൻ ഗ്രില്ല് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രില്ലിൻ്റെ റെസിപ്പിയാണ് കേട്ടത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചിംചൂരി സോസ് തയ്യാറാക്കണം. ചിംചൂരി സോസ് ഒരു അർജൻറ്റീനിയൻ ഒറിജിനാണ്. അത് സൗത്ത് അമേരിക്കൻ സോസ് ആണ് കേട്ടത്. ഇതൊരു ഡിപ്പ് സോസായിട്ടും ഒരു മാരിനേറ്റഡ് സോസായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ആദ്യം ചിംചൂരി സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ട് പാസ്ലി ലീഫ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പാസ്ലി ലീഫ് എന്ന് പറയുന്നത് നമ്മുടെ മല്ലിയില അതിനെക്കാട്ടി ഇത്തിരിയും കൂടി കട്ടിയുള്ള ഇലയാണ് കേട്ടോ. രണ്ടും ഡിഫറെൻ്റ് തന്നെയാണ് കേട്ടോ. ഇതേ കണ്ട, ഇതുപോലെയാണ് നമ്മുടെ പാസ്ലി ലീഫ് ഇരിക്കുന്നത്. നമുക്കിപ്പോൾ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം പാസ്ലി ലീഫ് ഇതുപോലെ ബഞ്ചായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഒരു ബഞ്ച് പാസ്ലി ലീഫ് വേണം നമുക്ക് ഈ ഒരു ചിംചൂരി സോസ് ഉണ്ടാക്കാനായിട്ട്. ചിംചൂരി സോസിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിതുപോലെ അതിൻ്റെ ഇലകൾ മാത്രം നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കാം. ആ തണ്ട് നമുക്ക് ആവശ്യമില്ല, അതിൻ്റെ ഇലകൾ മാത്രം മതി നമുക്ക്. ഞാൻ തേപ്പം ഇലകൾ മാത്രം ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകണം. കഴുകിയിട്ട് ഒന്ന് വെള്ളം പോകാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് കുറച്ച് പുതിന, കുറച്ച് മല്ലിയിലയാണ്. ഒതൻറ്റിക് ആയിട്ടുള്ള ചിംചൂരി സോസിൽ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കില്ല. നമ്മുടെ ടേസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കുറച്ചായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. പാസ്ലി ലീഫ് മാത്രമായിട്ട് ഉപയോഗിച്ച് നമ്മൾ ചിംചൂരി സോസ് ഉണ്ടാക്കുമ്പോൾ മുഴുവനായിട്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ടേസ്റ്റിലേക്ക് വരും. ചിംചൂരി സോസ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 വലിയ അല്ലി വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു 5 പച്ചമുളകാണ് ഇപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഡ്രൈഡ് ഒറിഗാനോ ആണ്. ഒരു ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈഡ് ഒറിഗാനോ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാം. നമ്മൾ പിസയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാറുള്ള ഒരു ഇറ്റാലിയൻ ഹെർബാണ്. നമുക്ക് ഫ്രഷ് ഒറിഗാനോ കിട്ടുന്നുണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മുളക് ചതച്ചത്, ഒരു നാരങ്ങയുടെ നീരാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വൈറ്റ് വിനെഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശരിക്കും ഇതിലേക്ക് റെഡ് വൈൻ വിനെഗറോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പിൾ സിഡർ വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സാധാരണ സൊറക്ക ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ സൊറക്ക ഒരു ടേബിൾ സ്പൂണോളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന പാസ്ലി ലീഫും മല്ലിയിലയും പുതിനയും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നിറച്ച് കൊടുത്തു. ഇതിലേക്ക് ഞാനിപ്പോൾ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പൊടിയുപ്പാണുള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മളിത് അരച്ചെടുക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മളിതിലേക്ക് ഇപ്പോൾ ഒലിവ് ഓയിൽ, ഒരു 1/2 കപ്പ് ഒലിവ് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിലായിരിക്കണം നമ്മളിത് അരച്ചെടുക്കുമ്പോഴത്തെ ബേസ്. നമ്മളിതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. അതായത് ഇപ്പോൾ 1/2 കപ്പ് പോരാണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി ഒലിവ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കാതെ വേണം നമ്മളിത്, ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് വേണം നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട്. പിന്നെ അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത്, ഇങ്ങനെ ചതഞ്ഞിട്ടുള്ള ഒരു രീതിയിലേക്ക് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ചിംചൂരി സോസ് ഞാനപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ടാ നല്ല ഫൈനായിട്ടല്ല ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ തരിതരിപ്പായിട്ടുള്ള രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു സോസ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ ഒരു സോസ് ഡിപ്പ് സോസായിട്ട്, അതായത് നമുക്ക് ഏതെങ്കിലും സ്നാക്കിൻ്റെ ഒക്കെ ഒപ്പം ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന ഒരു സോസായിട്ടും ഉപയോഗിക്കാം. അതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്യുന്ന ഒരു മാരിനേറ്റഡ് മസാല ആയിട്ടും നമുക്കിത് ഉപയോഗിക്കാം. നമ്മുടെ സവാള ബജിയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു സോസ്. ഇനിയിപ്പോൾ ഇഫ്താർ സമയത്തൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സോസ് നമുക്ക് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്നാക്സിൻ്റെ ഒപ്പം നമുക്ക് സെർവ് ചെയ്യാം. ചിംചൂരി സോസ് ഉപയോഗിച്ചിട്ടുള്ള ചിക്കൻ ഗ്രില്ലിന് വേണ്ടിയിട്ട് 4 ഫുള്ളായിട്ടുള്ള ലെഗ് പീസാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതുപോലെ സ്ലിറ്റിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. സ്ലിറ്റിട്ട് എന്തായാലും കൊടുക്കണം, എന്നാലാണ് ആ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിംചൂരി സോസ് ഇട്ട് കൊടുക്കാം. കുറച്ചധികം ചിംചൂരി സോസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു സോസ് അത്ര സ്ട്രോങ് അല്ല, അത്ര സ്പൈസി ഒരു മാരിനേഷൻ അല്ല നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചധികം സോസ് ഉപയോഗിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും ഇത് നന്നായിട്ട് ഇങ്ങനെ തിരുമ്പി പിടിപ്പിക്കാൻ വേണം. സ്ലിറ്റ്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് സ്ലിറ്റ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. സ്ലിറ്റ് ഇട്ട് കൊടുത്താൽ ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ കുറച്ചും കൂടി വേഗത്തിൽ മാരിനേഷൻ ഇറങ്ങും. അപ്പോൾ അതെ, നന്നായിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ ഇത് ചുരുങ്ങിയത് ഒരു 6 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അത്ര സ്പൈസി മാരിനേഷൻ അല്ല, ഇത് വളരെ മൈൽഡായിട്ടുള്ളൊരു മാരിനേഷനാണ്. അപ്പോൾ സമയം പിടിക്കും ചിക്കനിലേക്ക് ഇത് പിടിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 5-6 മണിക്കൂർ എന്തായാലും ഇത് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. ഗ്രില്ല് ചെയ്യുന്നതിന് ഒരു 5-6 മണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ഗ്രില്ല് ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിട്ട് എടുത്തൊന്ന് പുറത്ത് വെച്ചിട്ട് നമുക്കിത് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഈസി. നമുക്ക് നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പാൻ ഗ്രില്ലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്രിൽ പാൻ വെച്ച് കൊടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അധികം ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട. കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി ആ മാരിനേറ്റഡ് സോസിൽ ഒലിവ് ഓയിലിൻ്റെ കണ്ടൻറ്റ് നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ആ ഒലിവ് ഓയിൽ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ പീസസ് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചിട്ട് കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാൻ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഗ്രില്ല് ചെയ്യരുത്. അപ്പോൾ അതെ, ഒരു സൈഡായപ്പോൾ അതൊന്ന് മറിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഒരു 3/4 ഭാഗം വേവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മറിച്ച് വെച്ചിട്ട് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഗ്രില്ല് ചെയ്യാൻ. കാരണം നമ്മളിതിൻ്റെ മാരിനേഷനായിട്ട് കൊടുത്തിട്ടുള്ളതെല്ലാം ഹെർബ്സാണ്. അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, എന്നാലോ ചിക്കനോട്ട് ഗ്രില്ലാവേയില്ല. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇത് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കുക. അത് എല്ലാവരും ഒന്ന് നന്നായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് നന്നായിട്ട് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിമിച്ചൂരി ചിക്കൻ, ഗ്രില്ല് ചിമിച്ചൂരി ചിക്കൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം. അത്ര സ്പൈസി ആയിട്ടുള്ള ഒരു ഗ്രിൽ ചിക്കൻ അല്ല കേട്ടോ ഇത്. ഒരു മൈൽഡ് സ്പൈസി ആണിത്. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പൈസിനെസ് കൂട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഹെർബ്സിൻ്റെ ആ ഒരു ഫ്ലേവർ മുഴുവനായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഹെർബ്സിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മൈൽഡ് സ്പൈസി ആക്കിയിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.